തിരുവനന്തപുരത്തെ കാട്ടാക്കട കുറ്റിച്ചലിൽ സ്കൂളിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ സംസ്കാരം ഇന്ന് നടക്കും. ബെൻസൺ എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെടുമങ്ങാട് ജനറൽ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഈ തിരുവനന്തപുരം ജില്ലയിലെ പരുത്തിപ്പള്ളി BVHSൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം കമ്മിറ്റിയുടെ ഉമൈദുള്ള എന്ന ഉദ്യോഗസ്ഥൻ ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷിക്കാൻ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രാഥമിക റിപ്പോർട്ട് നൽകി. ഇന്നത്തോടുകൂടി ഫൈനൽ റിപ്പോർട്ട് നൽകും. എന്തായാലും ഇതൊരു സാമൂഹിക പ്രശ്നമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അധ്യാപകരും നാട്ടുകാരും രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അന്വേഷണം കൊണ്ടോ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സലീം, വിശദാംശങ്ങൾ. ബെൻസൺ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും നടക്കുക. ബംഗളൂരുവിലുള്ള പിതാവും ഒപ്പം തന്നെ വിദേശത്തുള്ള സഹോദരിയും എത്തിയതിനു ശേഷമാകും ഇപ്പോൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ബെൻസൺ എബ്രഹാമിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം സംസ്കാരം നടക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയെ തുടർന്ന്, അത് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണത്തെ തുടർന്ന് ഉൾപ്പെടെ വിവിധ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണമുണ്ട്, ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും അന്വേഷണമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ VHSC ഡെപ്യൂട്ടി ഡയറക്ടറാണ് അന്വേഷണം നടത്തുന്നത്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത്. അതല്ലാതെ വിശദമായി തന്നെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ ക്ലർക്കുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. അതിനെ ചൊല്ലിയാണ് ആത്മഹത്യ എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അതിൽ പ്രധാനപ്പെട്ട ആരോപണം ഈ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുന്നതിൽ സീൽ ചെയ്യാൻ പ്രിൻസിപ്പലിന്റെ സീലിനെത്തിയപ്പോൾ ക്ലർക്ക് മോശമായി സംസാരിച്ചു എന്നുള്ളതായിരുന്നു ബെൻസണിന്റെ വീട്ടുകാരുടെ പരാതി. അതിനെ തുടർന്നാണ് ഈ തർക്കമുണ്ടായത് എന്ന് പറയുന്നുണ്ട്. ക്ലർക്ക് സനൽ ഇക്കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് പോലെ മാത്രമാണ് സംസാരിച്ചത്, അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ക്ലർക്ക് പറയുന്നത്. അതിനിടയിൽ ബെൻസണിന്റെ ചില സുഹൃത്തുക്കളും ഒപ്പം തന്നെ മറ്റു ചില വിദ്യാർത്ഥികളും ക്ലർക്ക് വിദ്യാർത്ഥികളോട് സ്ഥിരമായി മോശമായി പെരുമാറുന്നുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്കൂളിൽ തർക്കമുണ്ടായി, അതിനുശേഷം പിന്നീട് വീട്ടിലും എത്തിയതിനു ശേഷമാണ് തിരികെ രാത്രി 2 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി മടങ്ങി ഈ സ്കൂളിലേക്ക് തന്നെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തിനിടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. SKN. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.